ശ്രീ വിജി തമ്പി സംവിധായകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിലെ വസ്തുതകളൊക്കെയും താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാരണം സിനിമാ മേഖലയിൽ സെറ്റുകളിൽ അത്രത്തോളം പീഡനങ്ങളാണ് സ്ത്രീകൾക്ക്, നടിമാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. സംവിധായകൻ്റെ ഭാഗത്തിനും നിർമ്മാതാക്കളുടെ ഭാഗത്തിനും നടന്മാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നിബന്ധന ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം പണ്ടത്തെ കാലത്താണെങ്കിൽ സിനിമയിൽ അങ്ങനെ കാണണം, സിനിമ ഒരു ഉപജീവന മാർഗമായിട്ട് കണ്ട് അതിലേക്ക് വരുന്ന വരുന്ന ഈയാമ്പാറ്റുകളെ പോലെ വരുന്നവരായിരുന്നു പണ്ടുള്ളത്. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോ സിനിമയിൽ വരുന്ന മിക്കവാറും സ്ത്രീകളെല്ലാം തന്നെ വളരെയധികം വിദ്യാസമ്പന്നരും അവർക്ക് സാമൂഹികമായ കാഴ്ചപ്പാടുള്ളവരൊക്കെയാണ്. അപ്പൊ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷന്റെ രീതിയും ഇപ്പൊ എന്താ പറയാ, ഇപ്പം ലിവിങ് ടുഗദർ പോലെയുള്ള വിവാഹം പോലും അത്തരമുള്ളൊരു മംഗളമായ കർമ്മങ്ങൾ പോലും ഉപേക്ഷിച്ച് ലിവിങ് ടുഗദർ ഒന്നും, പിന്നെ ഒരാളോടല്ല പലരോടും ബന്ധം, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ടായിക്കൂടായികയില്ല. അല്ലാതെ ഒരാളെ കമ്പൽ ചെയ്തിട്ട് വേഷം തരണമെങ്കിൽ അങ്ങനെ നിങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന പെൺകുട്ടികളാണ് ഇന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ നടിമാരുടെ വാതിലുകളിൽ പതിവായി മുട്ടും, തുറന്നില്ലെങ്കിൽ വാതിലിൽ ശക്തമായി ഇടിക്കും, വാതിൽ പൊളിച്ചു വരുമോ എന്ന് നടിമാർക്ക് ഭയമുണ്ട്. ഇത്തരത്തിൽ നിരവധി പേരാണ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ട് നൽകും. 17 തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ട് എടുപ്പിച്ചെന്ന് ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരും. സംവിധായകനും നിർമ്മാതാവും അടക്കം ഇതിന് നിർബന്ധിക്കുന്നു എന്നടക്കമുള്ള ഇത് നേരത്തെ ശ്രീ വിനു കിരിയത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് എല്ലാ സിനിമാ മേഖലകളിലും സെറ്റുകളിലും നടക്കുന്ന കാര്യമുള്ള ചില സിനിമാ സെറ്റുകളിലെങ്കിലും ഇത്തരത്തിൽ നടക്കുന്നു. ചില നിർമ്മാതാക്കളെങ്കിലും, ചില സംവിധായകരെങ്കിലും, ചില നടന്മാരും നടിമാരുമെങ്കിലും ഇത്തരത്തിൽ പങ്കാളികളാകുന്നു എന്ന് പറയുമ്പോൾ തിരുത്തേണ്ട ചില വസ്തുതകൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണല്ലേ? തീർച്ചയായും. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് ഇന്ന് സിനിമാ മേഖലയെ മൊത്തം വിഴുങ്ങിയിരിക്കുന്ന എന്താണ്? കംപ്ലീറ്റ് വിഴുങ്ങിയിരിക്കുന്ന ലഹരിയാണ്. ഈ ലഹരി എന്ന് പറയുന്നത് അറിയാലോ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു പണ്ടത്തെ ഒരു മദ്യമായിരുന്നു. മദ്യത്തിൽ നിന്ന് മാറി ഈ രാത്രി പോയി തട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം മദ്യത്തിന്റെ പേരിലൊക്കെ പോയി മദ്യം കഴിച്ചിട്ടൊക്കെ ചിലപ്പോൾ ബോധമില്ലാതെ പോയി തട്ടുന്നവരുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഈ ഡ്രഗ്സിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നില്ലേ ഓരോ ദിവസം പത്രങ്ങളിൽ സ്വന്തം അമ്മയെ പോലും കൊല്ലാൻ മടിക്കാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ നടിമാരോട് മോശമായി പെരുമാറാം, പല രീതിയിലും ചെയ്യാം. അവർ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ളപ്പോ അങ്ങനെ ഉണ്ടായിക്കൂടായില്ല. പക്ഷെ ഇപ്പോ പല സെറ്റുകളിലും നമ്മൾ കാണുന്ന അതിലെ നടന്മാരും മറ്റ് അതിന്റെ സാങ്കേതിക പ്രവർത്തകരും എല്ലാവരും ചേർന്നിരുന്ന് ഈ പറഞ്ഞ ഇതുപോലെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും ഞാൻ ഇപ്പൊ തോന്നുന്നു ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ ഒരു മോർ ദാൻ 60 to 70% ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാർ അത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. ഗൗരവമായി എടുക്കണം. പല റിപ്പോർട്ടുകൾ വന്നില്ലേ, പലരും ഇതിനു മുമ്പ് മൊഴി നൽകിയില്ലേ. അപ്പൊ അതെല്ലാം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും ഡ്രഗ്സും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സെക്സും അവർക്ക് ഓപ്പൺ സെക്സ് ആണ്. ശ്രീ വിജി തമ്പി, ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഇത്തരത്തിലുള്ള ഈ സിനിമാ മേഖലയിലും സ്വാഭാവികമായും നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമാ മേഖല മാത്രമല്ലല്ലോ, ഇപ്പോഴത്തെ ഈ യങ് ആയിട്ടുള്ള ഇപ്പം പല IT മേഖലകളിൽ നമ്മൾ കാണുന്നില്ലേ, IT മേഖലകളിലില്ലേ പല ഇപ്പം ഒരു സിനിമയെ മാത്രം അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടും ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടും ആരാധിക്കുന്നത് കൊണ്ടും സിനിമയെ എടുത്തു പറയുന്നു. ഒരു IT മേഖലയിലുള്ള ആൾക്കാർക്ക് മുഖങ്ങളില്ല, സിനിമയിലുള്ളവർക്ക് മുഖമുണ്ട്. അതുകൊണ്ട് സിനിമയെ പ്രത്യേകമായിട്ട് എടുത്ത് കാണുന്നു. പക്ഷെ മറ്റ് പല മേഖലകളിലും IT മേഖലകളിലും എല്ലാം ഇതുപോലുള്ള ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. കാര്യം പ്രത്യേകിച്ചും അവിടെ ഈ സിനിമാ മേഖലയെക്കാളും കൂടുതൽ പ്രഷർ വരുന്നത് അല്ലെങ്കിൽ വർക്കിന്റെ ടെൻഷൻ വരുന്നത് IT മേഖലകളിലാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് റിലീഫ് കിട്ടാൻ വേണ്ടി പലപ്പോഴും ഈ ഡ്രഗ്സിലേക്ക് പോകുന്നതായിട്ട് എനിക്കറിയാം.
യെസ്, ഇവിടെ താങ്കൾ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്കറിയാം ഈ പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി മാഫിയടക്കം ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ മേഖലയിലടക്കം ചില കോക്കസുകളുണ്ട്. അവിടെ ലഹരി മാഫിയ പോലും ഇടിമുറുക്കുന്ന സാഹചര്യമുണ്ട്. ചില നടന്മാരെയും നടിമാരെയടക്കം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അവിടെ സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലൊക്കേഷനുകളടക്കം ഇത്തരത്തിലുള്ള പരിശോധന നടക്കും. പക്ഷെ അവിടെയും സിനിമാ സംഘടനകളുടെ ഭാഗത്തിനും ചില സിനിമാ സംഘടനകളുടെ ഭാഗത്തിനും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രാഥമികമായ ചില പരിശോധനകളടക്കം ഈ ലൊക്കേഷനുകളിൽ നടന്നിട്ടുമുണ്ട്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ പഴയപടി ആയിരുന്നു. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഒരു ശുദ്ധീകരണം അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലയിലുമുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ആ ചേരികൾ സിനിമയിലുമുണ്ട്. അവിടെയും ഒരു ശുദ്ധീകരണം, അവിടെയും കൃത്യമായ ഇടപെടലുകൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തിന് ഉറപ്പാക്കണം, അല്ലേ? ഞാൻ പറഞ്ഞിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാ മേഖല, IT മേഖല, അതും കഴിഞ്ഞിട്ട് കോളേജുകളിലും സ്കൂളുകളിലേക്ക് ഇത് ബാധിച്ചിട്ടില്ലേ? ഇല്ലെന്നൊരു നിങ്ങൾ മാധ്യമത്തിന്റെ ഭാഗമായിരിക്കുന്നത് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ പല കോളേജുകളിലും നമ്മുടെ പല സ്കൂളുകളിലും ലഹരി അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പല ആൾക്കാരും. അപ്പൊ ഇത് സർക്കാർ വളരെ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ വളരെ ദൂരവ്യാപകമായ ദോഷഫലങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ സിനിമ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അപ്പൊ ഈ കേരളത്തിൽ മാത്രമല്ല സിനിമയെ ലഹരി. ഇപ്പൊ നമുക്ക് ബോളിവുഡിൽ പോയാലും അല്ലെങ്കിൽ ഇപ്പം ടോളിവുഡിൽ പോയാലും അല്ലെങ്കിൽ ഇപ്പം കോളിവുഡിൽ പോയാലും എവിടെ പോയാലും ഈ പുതിയ തലമുറയ്ക്കിടയിൽ ലഹരി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. നമ്മുടെ മലയാളത്തിലെ പല നമ്മൾ പ്രമുഖരെന്ന് വിചാരിക്കുന്ന പല നടീനടന്മാരും ഈ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഛായാഗ്രഹകരും എല്ലാം ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. അതിലൊരു ഫോക്കസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പഴയ സീനിയേഴ്സ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സിനും സിനിമ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാര്യം അവരുടെ സെറ്റിൽ ഇത്തരം കോപ്രായങ്ങൾ നടക്കില്ല എന്നുള്ളതുകൊണ്ട് അവരെ കഴിയുന്നിടത്തോളം അവരെ ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് തീരുമാനിക്കുന്നത്. അവിടെ എല്ലാവരും ബ്രോ ലെവലിൽ പോകുമ്പോൾ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു, എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നു, എല്ലാവർക്കും ഒന്നിച്ച് അവരുടേതായ ലോകം. അവിടെ മറ്റൊരാൾ പുറത്തുനിന്നൊരു സീനിയർ ആയിട്ടുള്ള സംവിധായകൻ വന്നു കഴിഞ്ഞാൽ ആ സംവിധായകന്റെ മുമ്പ് വെച്ച് വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടി വരും. അപ്പൊ ഈയിടയ്ക്ക് ഞാനൊരു വലിയൊരു മീറ്റിംഗിൽ പോയപ്പോൾ മലയാളത്തിലെ ഏറ്റവും മുതിർന്നൊരു നടൻ, അതായത് മലയാളത്തിൽ ഇനിയുള്ള ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ കണ്ട എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നടൻ കയറി വന്നപ്പോ ഞാൻ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ കംപ്ലീറ്റ് സീനിയേഴ്സ് എണീറ്റ് നിന്നപ്പോ ഇന്നത്തെ കുറെ ചെറുപ്പക്കാർ കാല് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്, ഈ ഇന്നത്തെ യൂത്തിന്റെ പ്രശ്നമാണ്. അവർക്ക് ബഹുമാനിക്കാൻ അറിയില്ല, ഇവർക്ക് സൗഹൃദങ്ങൾ അറിയില്ല, ഇവരുടേതായ സൗഹൃദമാണ്, മറ്റുള്ളവരുടെ സൗഹൃദമല്ല. അപ്പൊ നമ്മൾ സിനിമ മൊത്തത്തിൽ ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ അതിൻ്റെതായ ഒരുപാട് ദോഷങ്ങളും അതോടൊപ്പം സിനിമയിൽ വന്നു. മാത്രമല്ല സൗഹൃദങ്ങൾ സിനിമയിൽ നിന്ന് അകന്നു പോയി. പ്രധാനമായിട്ടും ഇപ്പൊ ഒരു കാരവൻ സംസ്കാരം, ഒരു കാരവനകത്ത് എന്തൊക്കെ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഓരോ നടന്മാർക്കും പ്രത്യേകം കാരവൻ, ഓരോ നടിമാർക്കും പ്രത്യേകം കാരവൻ. അവരതിനകത്ത് എന്താ കൂട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമോ? പണ്ടങ്ങനെയല്ല, ഒരു സിനിമയിൽ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സംവിധായകനും അല്ലെങ്കിൽ ക്യാമറമാനും അതിന്റെ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അടുത്ത ഷോട്ട് എന്താണ്, പല ഡിസ്കഷനോ അല്ലെങ്കിൽ നാട്ടുകാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർ കാരവനിലേക്ക് പോവാണ്. അപ്പൊ ഈ കാരവൻ മാത്രം പലതും റെഡി ചെയ്താൽ ഇതുപോലുള്ള ഡ്രഗ്സും പലതും പിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാരവനകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ട്? ഡ്രഗ്സ് മാത്രമാണോ? അതിനകത്ത് സെക്സ് ഉണ്ടാവില്ലേ? എന്തെല്ലാം നടക്കും? അപ്പൊ അത്തരം കാര്യങ്ങൾ, ഇപ്പൊ സെക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയും അവർ സെക്സിൽ ഏർപ്പെട്ടാൽ അത് നിയമപരമായി തെറ്റില്ല. കാര്യം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ കോടതി വരെ അനുവദിച്ചിട്ടുണ്ട് മറ്റേ എന്താ പറയാ ലിവിങ് ടുഗദർ എന്നുള്ളത്. ഞങ്ങൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് നിയമപരമായി വിവാഹം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ ഡ്രഗ്സിന്റെ പേരിൽ ഈ ഡ്രഗ്സ് അടിച്ചു കയറ്റിയിട്ട് ബോധമില്ലാത്ത രീതിയിലേക്കുള്ള വളരെ എന്താ പറയാ സെക്ഷുവൽ അബ്യൂസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിസരത്ത് നടക്കുന്നുണ്ട്, സിനിമയിലും നടക്കുന്നുണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി, സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.